ഹലോ, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഡിഷാണ് പൊട്ടാറ്റോ ഫ്രൈ. ഇത് കേർഡ് റൈസിൻ്റെ കൂടെ ലെമൺ റൈസിൻ്റെ കൂടെയും സാധാരണ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. ഞാൻ 3 ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 ഗാർലിക് പോൾസ്, പിന്നെ ഒരു 3 കറിവേപ്പില. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ എടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണ കുറവ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ധാരാളമാണ്. പിന്നെ അത് ചൂടാകുമ്പോൾ 2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളി അതിലേക്ക് ഇടുക. അത് ബ്രൗൺ ആകുന്ന വരെ സോട്ട് ചെയ്യുക. അത് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കറിവേപ്പില ചേർക്കും. കറിവേപ്പില ഒരു 3 കൊളുന്ത ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് സോട്ട് ചെയ്യുക. നല്ല സ്മെല്ല് വരുന്ന വരെ അത് സോട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ 3 പൊട്ടാറ്റോ ചേർക്കും, അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത് ഹാഫ് കുക്ക്ഡ് ആവുന്ന വരെ സോട്ട് ചെയ്യുക. കുക്കായി വന്നിട്ടുണ്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ഇത് ഫുള്ളി കുക്ക്ഡ് ആവുന്ന വരെ, അല്ലെങ്കിൽ സോഫ്റ്റ് ആവുന്ന വരെ അത് സോട്ട് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫുള്ളി കുക്ക്ഡ് ആയിട്ട് ഇനി മസാലകൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ആയാലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നു. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ അതിൽ ചേർക്കും. എന്നിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് സോട്ട് ചെയ്തെടുക്കും. എന്നാൽ ഔട്ട്സൈഡ് നല്ല ക്രിസ്പായിട്ട് കിട്ടും. എന്നിട്ട് ഒരു 5 മിനിറ്റ് പിന്നെയും കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡിയായി. ഇത് കേർഡ് റൈസിൻ്റെ കൂടെയും ലെമൺ റൈസിൻ്റെ കൂടെയും സാധാരണ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Hope you like the video. Please like, subscribe, share and comment. വീണ്ടും പുതിയ ഡിഷസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. Thanks for watching. Thank you again.